നമസ്കാരം. ദിശ PSCയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. വരുന്ന ഓഗസ്റ്റ് 17-ാം തീയതി കേരള PSC നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള ഡ്രൈവർ പരീക്ഷയിൽ ചോദിക്കുവാൻ സാധ്യതയുള്ള ഒരു പിടി GK ചോദ്യങ്ങളുമായാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എത്തിയിട്ടുള്ളത്. വളരെ കൃത്യതയോടുകൂടി പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഞാൻ പറയുന്ന ഓരോ പോയിന്റുകളും വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. പരീക്ഷയ്ക്ക് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുമെന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം പഠിക്കാം. ഹോർത്തൂസ് മലബാറിക്കസ് ഏതു ഭാഷയിലാണ് രചന നടത്തിയിട്ടുള്ളത്? നിങ്ങൾ എല്ലാവരും കേട്ട് കാണും ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ബുക്കിനെ കുറിച്ച്. ഹോർത്തൂസ് മലബാറിക്കസ് രചന നടത്തിയിട്ടുള്ളത് ലാറ്റിൻ ഭാഷയിലാണ്. ഹോർത്തൂസ് മലബാറിക്കസ് രചന നടത്തിയിട്ടുള്ളത് ലാറ്റിൻ ഭാഷയിലാണ്. ഒന്നാമത്തെ ചോദ്യമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ബുക്ക് ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? നിരവധി തവണ കേരള PSC ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ചിട്ടുള്ളത് ഏതു ഭാഷയിൽ? ലാറ്റിൻ ഭാഷയിൽ. അടുത്ത ചോദ്യം, ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ച വ്യക്തി. ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ച വ്യക്തി ആര്? ശരിയായ ഉത്തരം അഡ്മിറൽ വാൻഡ്രഡ്. ചോദിക്കുവാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ച വ്യക്തി ആര്? ശരിയായ ഉത്തരം അഡ്മിറൽ വാൻഡ്രഡ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്തിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്? നിരവധി തവണ കേരള PSC ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. ഹോർത്തൂസ് മലബാറിക്കസിൽ പരാമർശിക്കുന്നത് കേരളത്തിൽ മലബാറിലെ ഹരിത സസ്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് 3 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, ഹോർത്തൂസ് മലബാറിക്കസ് രചിക്കപ്പെട്ടിട്ടുള്ള ഭാഷ ഏത്? ശരിയായ ഉത്തരം ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ചിട്ടുള്ളത്. അടുത്തത്, ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ച വ്യക്തി ആര്? ശരിയായ ഉത്തരം അഡ്മിറൽ വാൻഡ്രഡ്. ഹോർത്തൂസ് മലബാറിക്കസ് മലബാറിലെ ഹരിത സസ്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നു. അതിൽ പരാമർശിക്കുന്ന ആദ്യത്തെ വൃക്ഷം ഏത്? ശരിയായ ഉത്തരം തെങ്ങ് എന്നതാണ് ശരിയായ ഉത്തരം. ഹോർത്തൂസ് മലബാറിക്കസിൽ പരാമർശിക്കുന്ന ആദ്യ വൃക്ഷം തെങ്ങ്. അടുത്തതായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ചോദ്യം ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ചാണ്. കേരള PSC തൊട്ടടുത്ത് നടത്തി വന്ന പല പരീക്ഷകളിലും ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ച്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്നത് ശരിയായ ഉത്തരം പഠിച്ചു വയ്ക്കാം. 1721 1721 ഏപ്രിൽ 15. ചോദ്യം എന്താണ്? ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15. ഇവിടെ ഓർത്തു വയ്ക്കാനുള്ളത് PSC പലതവണ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? എന്താണ് ചോദ്യം? ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായി നടന്ന സംഘടിത കലാപം ഏത് എന്ന് ചോദിച്ചാൽ ശരിയായ ഉത്തരം ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15 ആണ്. വരുന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 17-ാം തീയതി നടക്കുന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ നിങ്ങൾ ഓരോരുത്തരും മികച്ച തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടാകും. അതിൽ നിങ്ങൾ ഓരോരുത്തരും പഠിച്ച ഈ മേഖലകൾ ഒന്നുകൂടി ഉറപ്പിക്കുക. വരുവാൻ ഈ ചോദ്യങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. അടുത്തതായി നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്, കേരള സിംഹം എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. പല പരീക്ഷകളിലും കേരള PSC ചോദിച്ചു വന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരെയാണ്? ശരിയായ ഉത്തരം പഴശ്ശിരാജയാണ് കേരള സിംഹം എന്നറിയപ്പെടുന്നത്. ഇനി ഇവിടെ ഇതോടൊപ്പം ഓർത്തു വയ്ക്കാനുള്ള മറ്റൊരു ചോദ്യം, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയുടെ പേര്? ശരിയായ ഉത്തരം സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കറാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അവസാനമായി ഞാൻ പറഞ്ഞ ചോദ്യം, കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷണം നൽകിയത് സർദാർ KM പണിക്കറാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനമായി നടന്ന പല പരീക്ഷകളിലും കേരള PSC ചോദിച്ച മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വളരെ ശ്രദ്ധാപൂർവം ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഈ 2 ചോദ്യങ്ങളും കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കുക. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം. 1793. വളരെ ശ്രദ്ധയോടുകൂടി നോക്കുക. 1793
മുതൽ 1797 വരെയാണ്. കാലഘട്ടം ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് 1793 മുതൽ 1797 വരെയാണ്. പരീക്ഷാ ഹാളിൽ കൃത്യതയോടുകൂടി ഈ ചോദ്യം പഠിച്ചു വച്ചാൽ മാത്രമേ നമുക്ക് തെറ്റാതെ ഉത്തരം എഴുതാൻ കഴിയുകയുള്ളൂ. ഓപ്ഷനിൽ ഉറപ്പായിട്ടും ഇങ്ങനത്തെ ഒരു ടൈം പീരീഡ് തന്നെ കേരള PSC നൽകുന്നതാണ്. അടുത്ത ചോദ്യം, രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം പഠിച്ചു വയ്ക്കണം. 1800 മുതൽ 1805 വരെ. ഒന്നാം പഴശ്ശി വിപ്ലവം പറഞ്ഞത് 1793 മുതൽ 1797 വരെ. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് 1800 മുതൽ 1805 വരെയാണ്. വളരെ ശ്രദ്ധാപൂർവം പഠിക്കുക. പരീക്ഷാ ഹാളിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവസാന ലാപ്പിൽ ഞങ്ങൾ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അടുത്ത ചോദ്യം വളരെ പ്രാധാന്യമുള്ള മറ്റൊരു ചോദ്യം. കേരള ചരിത്രത്തിൽ കുറിച്യ കലാപം നടന്ന വർഷം. കുറിച്യ കലാപം നടന്നത് 1812 1812. കുറിച്യ കലാപം നടന്ന വർഷം 1812. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് പരീക്ഷാ ഹാളിൽ പലപ്പോഴും സംശയം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് പഴശ്ശി സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നു. പഴശ്ശി രാജയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട 3 ചോദ്യങ്ങളാണ് ഒരുമിച്ച് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പഴശ്ശി സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നു? പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ്. അടുത്ത ചോദ്യം പറയാം. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. PSC പഠനം തുടങ്ങിയ അവസരങ്ങളിൽ എനിക്ക് പലപ്പോഴും സംശയം ഉണ്ടാക്കിയിരുന്ന 3 ചോദ്യങ്ങളായിരുന്നു ഇവ. ഇതിൽ പഴശ്ശി ഡാം എന്ന ചോദ്യം ഞാനൊരു വ്യത്യസ്തമായ രീതിയിൽ എൻ്റെ മനസ്സിൽ എപ്പോഴും ഓർത്തു വച്ചിട്ടുണ്ട്. പഴശ്ശി ഡാം കണ്ണൂർ. ഡാമിനകത്ത് എന്തുണ്ട്? വെള്ളമുണ്ട്. ഇതുപോലെ നമ്മുടെ കണ്ണിനുള്ളിലും എന്തുണ്ട്? വെള്ളമുണ്ട് എന്ന് പഠിച്ചാൽ നമുക്ക് പഴശ്ശി ഡാമിനകത്ത് കണ്ണുനീർ പോലെ വെള്ളമുണ്ട് എന്ന് പഠിച്ചു വയ്ക്കുക. അടുത്തത് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ഈസ്റ്റ് ഹില്ലിൽ. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ കൂടുതലായി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കുവാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? കേരള ചരിത്രത്തിൽ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ശരിയായ ഉത്തരം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഓപ്ഷനിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന പേര് കണ്ടാൽ അതാണ് ശരിയായ ഉത്തരം. തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അടുത്ത ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ വളരെയധികം സാധ്യതയുള്ള മറ്റൊരു ചോദ്യം പരിചയപ്പെടുത്താം. കുളച്ചൽ യുദ്ധം എന്നാണ് നടന്നത്? കുളച്ചൽ യുദ്ധം നടന്നത് 1741 1741 ഓഗസ്റ്റ് മാസം 10-ാം തീയതി. പൂർണ്ണമായി വർഷവും തീയതിയും പഠിച്ചു വയ്ക്കുക. ഇപ്പോൾ നടക്കുന്ന എല്ലാ PSC പരീക്ഷകളിലും പൂർണ്ണമായ വർഷവും തീയതിയും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10-നാണ്. ഇവിടെ പഠിക്കാനുള്ളത് കുളച്ചൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നത്. ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 ഓഗസ്റ്റ് 10-ാം തീയതി. ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള PSCയുടെ സ്ഥിരം ചോദ്യമാണ് വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡില്ലനോയ്. പേരെന്താണ്? ഡില്ലനോയ്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് മാസം 10-ാം തീയതി. ആരൊക്കെ തമ്മിലാണ് കുളച്ചൽ യുദ്ധം? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. ഡച്ചുകാരുടെ തലവനായിരുന്ന ഡില്ലനോയിയാണ് മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ ഡില്ലനോയ് തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ പിന്നീട് അറിയപ്പെട്ടിരുന്ന പേരാണ് വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡില്ലനോയ്. ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം PSC പരീക്ഷകളിലെ മറ്റൊരു സ്ഥിരം ചോദ്യമാണ്
തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ തൃപ്പടിദാനം നടത്തിയ രാജാവാര്? തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂറിലെ രാജാവാണ് മാർത്താണ്ഡവർമ്മ. പലപ്പോഴും PSC ചോദിക്കുന്ന ചോദ്യമാണ്, തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂറിലെ രാജാവേത്? ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അടുത്തതായി പഠിക്കാനുള്ളത് മറ്റൊരു വർഷമാണ്. മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ വർഷം. മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ വർഷം എന്നാണ്? 1750 ജനുവരി മാസം 3-ാം തീയതി. 1750 ജനുവരി മാസം 3-ാം തീയതിയാണ് മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത്. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ഞാൻ അവസാനമായി നിങ്ങളെ പരിചയപ്പെടുത്തിയ ചോദ്യങ്ങൾ പറയുകയാണ്. തൃപ്പടിദാനം നടത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. തൃപ്പടിദാനം നടത്തിയ വർഷം മറക്കാതെ ഓർത്തു വയ്ക്കണം, 1750 1750 ജനുവരി മാസം 3-ാം തീയതി. ഇവിടെ ഒരു പ്രത്യേകമായിട്ട് ഈ പേര് പഠിച്ചു വയ്ക്കുക. പരീക്ഷാ ഹാളിൽ ഈ ചോദ്യം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി പറയുകയാണ്. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡിലനോയിയാണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള ചോദ്യം, അടുത്ത ചോദ്യം, തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ കിഴവൻ രാജാവ് എന്നറിയപ്പെടുന്ന രാജാവാര്? കിഴവൻ രാജാവ്. പല പരീക്ഷകളിലും PSC ചോദിച്ചിട്ടുള്ളതാണ്. കിഴവൻ രാജ എന്ന് വിശേഷണമുള്ള തിരുവിതാംകൂറിലെ രാജാവാര്? ശരിയായ ഉത്തരം കാർത്തിക തിരുനാൾ രാമവർമ്മ എന്നതാണ്. ശരിയായ ഉത്തരം എന്താണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ എന്നതാണ് ശരിയായ ഉത്തരം. ഇതോടൊപ്പം പഠിക്കാനുള്ള മറ്റൊരു പോയിന്റാണ് ധർമ്മരാജാവ്. കാർത്തിക തിരുനാൾ അല്ലെങ്കിൽ ധർമ്മരാജാവ് എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ചരിത്രത്തിലെ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ഇവിടെ കാർത്തിക തിരുനാൾ രാമവർമ്മയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ തിരുവിതാംകൂറിലെ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്? ഒന്ന് കിഴവൻ രാജ, മറ്റൊരു പേര് ധർമ്മരാജ. കിഴവൻ രാജ എന്നും ധർമ്മരാജ എന്നും അറിയപ്പെടുന്ന തിരുവിതാംകൂർ ചരിത്രത്തിലെ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി കൂടിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ഇനി പഠിക്കാനുള്ളത് പേര് രാജ കേശവദാസൻ. രാജ കേശവദാസൻ. രാജ കേശവദാസൻ. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ദിവാനായിരുന്നു രാജ കേശവദാസൻ. രാജ കേശവദാസനെ കുറിച്ച് കേരള PSC ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്. വലിയ ദിവാൻജി. വലിയ ദിവാൻജി എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? രാജ കേശവദാസൻ. രാജ കേശവദാസൻ അറിയപ്പെടുന്ന പേര് വലിയ ദിവാൻജി എന്നാണ്. ഇനി നിങ്ങൾ ഓർത്തു വയ്ക്കാനുള്ള മറ്റൊരു ചോദ്യം, ആലപ്പുഴ പട്ടണത്തിൻ്റെയും ചാലക്കമ്പോളത്തിൻ്റെയും ശില്പിയാണ് രാജ കേശവദാസൻ. എന്തൊക്കെയാണ്? ആലപ്പുഴ പട്ടണത്തിൻ്റെയും ചാലക്കമ്പോളത്തിൻ്റെയും ശില്പിയാണ് വലിയ ദിവാൻജി എന്നറിയപ്പെടുന്ന രാജ കേശവദാസൻ. ഇതോടൊപ്പം ഈ പരീക്ഷയിൽ വ്യത്യസ്തമായി നിങ്ങളിൽ പലരും ആദ്യമായി കേൾക്കുന്ന ചോദ്യമായിരിക്കും, രാജ കേശവദാസന് രാജ എന്ന പേര് നൽകിയതാര്? കേശവദാസന് രാജ എന്ന പേര് നൽകിയതാര്? ശരിയായി പഠിക്കണം. മോർണിംഗ്ടൺ പ്രഭു. രാജ കേശവദാസൻ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ദിവാനായിരുന്നു. ഇദ്ദേഹം അറിയപ്പെട്ട പേര് വലിയ ദിവാൻജി എന്നാണ്. ആലപ്പുഴ പട്ടണത്തിൻ്റെയും ചാലക്കമ്പോളത്തിൻ്റെയും ശില്പിയാണ് രാജ കേശവദാസൻ. കേശവദാസന് രാജ എന്ന പേര് നൽകിയത് മോർണിംഗ്ടൺ പ്രഭുവാണ്. പേര് പ്രത്യേകം ഓർത്തു വയ്ക്കുക. പരീക്ഷാ ഹാളിൽ ഈ ചോദ്യം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മോർണിംഗ്ടൺ പ്രഭു. അടുത്ത ചോദ്യം, PSCയുടെ ഇഷ്ടപ്പെട്ട ചോദ്യങ്ങളിൽ മറ്റൊന്നാണ് പറയുന്നത് മേൽമുണ്ട് സമരം. മേൽമുണ്ട് സമരവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനാര്? ശരിയായ ഉത്തരം വൈകുണ്ഠസ്വാമികൾ എന്നതാണ് ശരിയായ ഉത്തരം. വൈകുണ്ഠസ്വാമികളാണ് മേൽമുണ്ട് സമരവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ. എല്ലാ PSC പരീക്ഷകളിലും നവോത്ഥാനം എന്ന മേഖലയിൽ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഞാൻ നിങ്ങളെ പറഞ്ഞത് ചാന്നാർ സമുദായത്തിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് മേൽമുണ്ട് സമരം നടത്തിയ
നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സംഘടനയായ, ശ്രദ്ധിച്ചു കേൾക്കുക, കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സംഘടനയായ സമത്വ സമാജം തുടങ്ങിയ വ്യക്തിയാണ് വൈകുണ്ഠസ്വാമികൾ. വർഷം 1836. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സംഘടനയുടെ പേരെന്താണ്? സമത്വ സമാജം. സമത്വ സമാജം തുടങ്ങിയ വ്യക്തിയാര്? വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം തുടങ്ങിയ വർഷം 1836. അടുത്ത ചോദ്യം, ചാന്നാർ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചാന്നാർ ലഹള നടന്ന വർഷം. നിരവധി പരീക്ഷകളിൽ കേരള PSC ചോദിച്ച ചോദ്യമാണ് ചാന്നാർ ലഹള നടന്ന വർഷം എന്ന്. ശരിയായ ഉത്തരം 1859. വൈകുണ്ഠസ്വാമികളാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സംഘടനയായ സമത്വ സമാജം രൂപീകരിച്ചത്. സമത്വ സമാജം തുടങ്ങിയ വർഷം 1836. മേൽമുണ്ട് സമരം വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെടുന്നു. ചാന്നാർ ലഹള നടന്ന വർഷം 1859. ഇവിടെ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം കൂടി പരിചയപ്പെടുത്താം. ഞാൻ വിഷ്ണുവിൻ്റെ അവതാരമാണ് എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. എന്താണ്? ഞാൻ വിഷ്ണുവിൻ്റെ അവതാരമാണ് എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം വർഷം മറന്നു പോകരുത്. പരീക്ഷാ ഹാളിൽ ഈ ചോദ്യത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 1836. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയ ചോദ്യങ്ങൾ വരുന്ന ഓഗസ്റ്റ് 17 നടക്കുന്ന ഡ്രൈവർ പരീക്ഷയിൽ ചോദിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ്. നിങ്ങളുടെ പഠനം വളരെ കൃത്യതയോടുകൂടി മുന്നോട്ട് പോകട്ടെ. മറ്റൊരു ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.